Hi all, welcome back to our YouTube channel MJ and PJ Commerce Classes. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് +2 ബിസിനസ് സ്റ്റഡീസിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ്. അതോടൊപ്പം തന്നെ ആ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട ടോപ്പിക്കും നമ്മളൊന്ന് റിവൈസ് ചെയ്യും. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസായി പരിശോധിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മാനേജ്മെൻറ്റ് ഈസ് എ പ്രോസസ് ഓഫ്. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഗെറ്റിംഗ് തിങ്സ് ഡൺ, സെക്കൻഡ് ഓപ്ഷൻ അച്ചീവിംഗ് ഗോൾസ് ഇഫക്റ്റീവ്ലി, തേർഡ് വൺ അച്ചീവിംഗ് ഗോൾസ് എഫിഷ്യൻ്റ്ലി ആൻഡ് ഫോർത്ത് വൺ ഓൾ ഓഫ് ദി എബവ്. നമ്മൾ മാനേജ്മെൻറ്റിൻ്റെ ഡെഫിനിഷനും മീനിങ്ങും പഠിച്ചിട്ടുണ്ട്. അവിടെ ഡെഫിനിഷനിൽ എന്താ പഠിച്ചത്? മാനേജ്മെൻറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ഇൻ എ മാനർ ദാറ്റ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് ആർ അച്ചീവ്ഡ് ഇഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യൻ്റ്ലി. ഇതാണ് നമ്മൾ മാനേജ്മെൻറ്റ് ഡെഫിനിഷനായി പഠിച്ചത്. അപ്പോൾ നമ്മൾ ഓപ്ഷൻസ് നോക്കുമ്പോൾ ഗെറ്റിംഗ് തിങ്സ് ഡൺ കാണുന്നുണ്ട്, അച്ചീവിംഗ് ഗോൾസ് ഇഫക്റ്റീവ്ലി, അച്ചീവിംഗ് ഗോൾസ് എഫിഷ്യൻ്റ്ലി. അപ്പം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഇതെല്ലാം ഉൾപ്പെട്ടതാണ്. സോ ആൻസർ ഈസ് ഓൾ ഓഫ് ദി എബവ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ബീയിങ് ഇഫക്റ്റീവ് മീൻസ് ഫസ്റ്റ് ഓപ്ഷൻ കംപ്ലീറ്റിംഗ് ടാസ്ക്, second option completing task efficiently but beyond deadlines, third one completing task on time using added resources, and fourth option all of the above. ഇഫക്റ്റീവ്നെസ്സും എഫിഷ്യൻസിയും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിശ്ചിത സമയത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നു. അതിന് എത്ര റിസോഴ്സസ് ഉപയോഗിച്ചാലും തിരക്കേടില്ല, ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക ബൈ യൂസിങ് അഡീഷണൽ റിസോഴ്സസ് ആണെങ്കിലും നോ പ്രോബ്ലം. ദെൻ എഫിഷ്യൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിസോഴ്സസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിനാണ് എഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ തന്ന ഓപ്ഷൻസ് പ്രകാരം കംപ്ലീറ്റിംഗ് ടാസ്ക് എന്ന് പറയുമ്പം ജസ്റ്റ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നുള്ളൂ, അവിടെ ടൈം പീരീഡ് പറയുന്നില്ല. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റിംഗ് ടാസ്ക് എഫിഷ്യൻ്റ്ലി ബട്ട് ബിയോണ്ട് ഡെഡ് ലൈൻസ്, അവിടെയും സമയത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. തേർഡ് ഓപ്ഷനിൽ പറയുന്നത് കംപ്ലീറ്റിംഗ് ടാസ്ക് ഓൺ ടൈം യൂസിങ് ആഡഡ് റിസോഴ്സസ്. അപ്പോൾ തേർഡ് ഓപ്ഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കംപ്ലീറ്റിംഗ് ടാസ്ക് ഓൺ ടൈം യൂസിങ് ആഡഡ് റിസോഴ്സസിനെയാണ് നമ്മൾ ഇഫക്റ്റീവ്നെസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി, കംപ്ലീറ്റിംഗ് ടാസ്ക് ഓൺ ടൈം യൂസിങ് ആഡഡ് റിസോഴ്സസ്. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, മാനേജ്മെൻറ്റ് ഈസ് an art, a science, neither a science nor an art, both science and art. What did we learn? മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ആർട്ടാണ്, കംപ്ലീറ്റ്ലി ആർട്ടാണെന്ന് പഠിച്ചു. പെർഫെക്റ്റ് സയൻസ് അല്ലെങ്കിലും മാനേജ്മെൻറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ സയൻസ്, ഇൻഎക്സാക്ട് സയൻസ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഓപ്ഷൻ ഏതായിരിക്കും ശരി? ബോത്ത് സയൻസ് ആൻഡ് ആർട്ട്. മാനേജ്മെൻറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ബോത്ത് സയൻസ് ആൻഡ് ആർട്ട്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. Then next question, which of the functions of management ensures completing work as planned? മാനേജ്മെൻറ്റിലെ ഏത് ഫംഗ്ഷനാണ് ടാസ്ക് കറക്റ്റ് ടൈമിൽ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് എന്ന് എൻഷുർ ചെയ്യുന്നത്? ഫസ്റ്റ് ഓപ്ഷനായി തന്നത് കോർഡിനേറ്റിംഗ്, സെക്കൻഡ് ഓപ്ഷൻ കൺട്രോളിംഗ്, തേർഡ് വൺ ഡിറക്റ്റിംഗ് ആൻഡ് ഫോർത്ത് വൺ ഓർഗനൈസിങ്. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് കോർഡിനേറ്റിംഗ് ആണ്. കോർഡിനേറ്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്. Coordinating is considered as a binding force of all the functions of management. So coordinating അല്ല ആൻസർ. സെക്കൻഡ് ഓപ്ഷൻ കൺട്രോളിങ്. കൺട്രോളിങ്ങിൽ ആക്ച്വലി നമ്മൾ എന്താ ചെയ്യുന്നത്? പ്ലാൻ ചെയ്തതും ആക്ച്വലും തമ്മിൽ കണക്റ്റഡ് ആണോ എന്ന് നമ്മൾ എൻഷുർ ചെയ്യുന്നതാണ്. വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് എൻഷുർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്, ഫംഗ്ഷനാണ് കൺട്രോളിങ്. സോ കൺട്രോളിങ് ഈസ് ആൻസർ. ഡിറക്റ്റിങ്ങും ഓർഗനൈസിങ്ങിലേക്കും നമ്മൾ പോകേണ്ട ആവശ്യമില്ല, കൺട്രോളിംഗ് ആണെന്ന് നമുക്ക് മനസ്സിലായി. സോ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ദെൻ നെക്സ്റ്റ് വൺ, ദ ഫംഗ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ് പ്രൊവൈഡ്സ് റൈറ്റ് കൈൻഡ് ഓഫ് പീപ്പിൾ ഫോർ ദ റൈറ്റ് ജോബ്. ഫസ്റ്റ് ഓപ്ഷൻ ഓർഗനൈസിങ്. വട്ട് ഈസ് ഓർഗനൈസിങ്? ഓർഗനൈസിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിസിക്കൽ റിസോഴ്സസും ഹ്യൂമൻ റിസോഴ്സസും ബൈൻഡ് ചെയ്യുന്ന അല്ലെ ബ്രിങ്ങിങ് ടുഗദർ ദ ഫിസിക്കൽ ആൻഡ് ഹ്യൂമൻ റിസോഴ്സസ് എന്നുള്ള പ്രോസസ്സിനെയാണ് നമ്മൾ ഓർഗനൈസിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോർഡിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ മാനേജ്മെൻറ്റ് ഫംഗ്ഷനെയും ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് കോർഡിനേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിറക്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോപ്പർ ഇൻസ്ട്രക്ഷൻ കൊടുക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ലീഡർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുക, എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുക, ഈ പ്രോസസ്സ് എല്ലാം ഇൻവോൾവ് ആണ് ഡയറക്റ്റിംഗ് എന്ന പ്രോസസ്സിൽ. അതേസമയം സ്റ്റാഫിങ്ങിലാണ് നമ്മൾ റൈറ്റ് കൈൻഡ് ഓഫ് പീപ്പിൾ റൈറ്റ് ജോബിൽ, അതായത്
ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ കറക്റ്റ് ജോബിൽ അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ട് എന്ന് എൻഷുർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സ്റ്റാഫിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദ ആൻസർ ഈസ് സ്റ്റാഫിംഗ്. ഓപ്ഷൻ ബി ഈസ് ദ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോളോയിങ് ഈസ് നോട്ട് എ ഫങ്ഷൻ ഓഫ് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ഫങ്ഷൻ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചത്. ഫസ്റ്റ് ഓപ്ഷൻ സെറ്റിംഗ് ഓർഗനൈസേഷണൽ ഗോൾസ്. Second option, solving problems of middle level management. Third option, solving problems of lower level management. And last one, none of the above. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ഫങ്ഷൻസായി നമ്മൾ പഠിച്ചത് സെറ്റിംഗ് ബിസിനസ് ഓബ്ജക്റ്റീവ്സ്, കോർഡിനേറ്റിംഗ് റിസോഴ്സസ്, ഫോർമുലേഷൻ ഓഫ് പ്ലാൻസ് ആൻഡ് പോളിസീസ്, മാനേജിങ് ഹ്യൂമൻ റിസോഴ്സസ്, വെൽഫെയർ ആൻഡ് സർവൈവൽ ഓഫ് ഓർഗനൈസേഷൻ, ഇങ്ങനെ ഫങ്ഷൻസാണ് നമ്മൾ പഠിച്ചത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് ഓപ്ഷൻ സെറ്റിംഗ് ഓർഗനൈസേഷണൽ ഗോൾസ്. ഓർഗനൈസേഷൻ്റെ ഗോൾസ് സെറ്റ് ചെയ്യുക ഡെഫിനറ്റ്ലി ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് ആണ്. സോ ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ഫങ്ഷനാണ്, നോട്ട് എ ഫങ്ഷനാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ അല്ല ഉത്തരം. സെക്കൻഡ് ഓപ്ഷൻ സോൾവിങ് പ്രോബ്ലംസ് ഓഫ് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ്. ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് ആയിരിക്കും ഡെഫിനറ്റ്ലി മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് പ്രോബ്ലംസ് സോൾവ് ചെയ്യുക. സോ സെക്കൻഡ് ഫങ്ഷനും ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ഫങ്ഷനിൽ പെടുന്നതാണ്. തേർഡ് വൺ സോൾവിങ് പ്രോബ്ലംസ് ഓഫ് ലോവർ ലെവൽ മാനേജ്മെൻറ്റ്. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് ആണെങ്കിൽ ലോവർ ലെവൽ മാനേജ്മെൻറ്റ് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത് ഡെഫിനറ്റ്ലി മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് ആയിരിക്കും, ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ആയിരിക്കില്ല. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി, സോൾവിങ് പ്രോബ്ലംസ് ഓഫ് ലോവർ ലെവൽ മാനേജ്മെൻറ്റ് ഈസ് നോട്ട് എ ഫങ്ഷൻ ഓഫ് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്. Next question. Successful organization do not achieve by chance but by following a deliberate process known as first option planning, second option cooperation, third one controlling and fourth one management. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ തന്നെ പ്രൊവൈഡ് ചെയ്തിരുന്നു. സക്സസ് ഓഫ് എൻ ഓർഗനൈസേഷൻ ഈസ് നോട്ട് അച്ചീവ്ഡ് ബൈ ചാൻസ് ബട്ട് ഇറ്റ് ഈസ് എ റിസൾട്ട് ഓഫ് ദ പ്രോസസ് കോൾഡ് മാനേജ്മെൻറ്റ്. പ്ലാനിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഫ്യൂച്ചറിനെ ബേസ് ചെയ്തിട്ട് ഫ്യൂച്ചറിൽ എന്തൊക്കെ സംഭവിക്കാമെന്നൊക്കെ മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നതിനെയാണ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. കോപ്പറേഷൻ മീൻസ് ഇറ്റ് ഈസ് എ സപ്പോർട്ട് ഗിവൺ ബൈ ദ എംപ്ലോയീസ്. കൺട്രോളിംഗ് മീൻസ് എൻഷുറിംഗ് ദാറ്റ് ആക്ച്വൽ പെർഫോമൻസ് ആൻഡ് പ്ലാൻഡ് പെർഫോമൻസ് ആർ ഈക്വൽ. മാനേജ്മെൻ്റ് ആണ് എന്ത് എൻഷുർ ചെയ്യുന്നത്? സക്സസ് ഓഫ് എൻ ഓർഗനൈസേഷൻ എൻഷുർ ചെയ്യുന്നത് മാനേജ്മെൻ്റ് ആണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Policy formulation is a function of first option top level management, second option middle level management, third option lower level management and fourth one all of the above. Definitely policy formulationum target setting ഒക്കെ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ഫങ്ഷനിൽ വരുന്നതാണ്. സോ പോളിസി ഫോർമുലേഷൻ ഈസ് എ ഫങ്ഷൻ ഓഫ് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ലെവൽ ഓഫ് മാനേജ്മെൻറ്റ് സെറ്റ്സ് ടാർഗറ്റ് ഫോർ വർക്ക് ഫോഴ്സ്? വർക്ക് ഫോഴ്സിൻ്റെ ടാർഗറ്റ് സെറ്റ് ചെയ്യുന്നത് ഏത് മാനേജ്മെൻറ്റ് ലെവലാണ്? ഫസ്റ്റ് ഓപ്ഷനായി തന്നിരിക്കുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്, സെക്കൻഡ് ഓപ്ഷൻ മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ്, തേർഡ് വൺ ലോവർ ലെവൽ മാനേജ്മെൻറ്റ് ആൻഡ് ഫോർത്ത് വൺ ഓൾ ദി അബവ്. ഫങ്ഷൻസ് ഓഫ് ലോവർ ലെവൽ മാനേജ്മെൻറ്റിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ലൈൻ മാനേജേഴ്സ് അല്ലെങ്കിൽ ലോവർ ലെവൽ മാനേജേഴ്സ് ഇൻട്രാക്ട് വിത്ത് ദ ആക്ച്വൽ വർക്ക് ഫോഴ്സ് ആൻഡ് ദേ വിൽ സെറ്റ് ദ ടാർഗറ്റ് ഫോർ വർക്ക് ഫോഴ്സ്. ലോവർ ലെവൽ മാനേജേഴ്സ് ആണ് വർക്ക് ഫോഴ്സുമായിട്ട് ഡയറക്റ്റ് ഇൻട്രാക്ട് ചെയ്യുന്നതും അവർക്കുള്ള ടാർഗറ്റ് സെറ്റ് ചെയ്യുന്നതല്ല. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി, ലോവർ ലെവൽ മാനേജ്മെൻറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following characteristics of science is not applicable to management? താഴെ തന്നിരിക്കുന്നവയിൽ സയൻസിൻ്റെ ഏത് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് മാനേജ്മെൻറ്റിൽ അപ്ലിക്കബിൾ അല്ലാത്തത്? ഫസ്റ്റ് ഓപ്ഷൻ വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളേജ്. അതായത് മാനേജ്മെൻറ്റിൽ ഈ ഫീച്ചർ ഫോളോ ചെയ്യുന്നുണ്ട്. മാനേജ്മെൻറ്റിലും ഒരു വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളേജ്, നമ്മൾ തിയറീസ് പഠിക്കുന്നുണ്ട്. സോ ഫസ്റ്റ് ഓപ്ഷൻ ആ ഫീച്ചർ ആണ്. സെക്കൻഡ് വൺ യൂണിവേഴ്സലി അപ്ലിക്കബിൾ പ്രിൻസിപ്പിൾ. അതായത് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് നമുക്ക് എല്ലായിടത്തും ഒരുപോലെ അപ്ലൈ ചെയ്യാമെന്നാണ് പറയുന്നത്. തേർഡ് വൺ ബേസ്ഡ് ഓൺ എക്സ്പെരിമെൻറ്റ്സ്. അതായത് മാനേജ്മെൻറ്റിലും നമ്മൾ എക്സ്പെരിമെൻറ്റ്സ് ചെയ്തിട്ടാണ് ഓരോ തിയറീസും പ്രിൻസിപ്പിൾസ് എല്ലാം ഫോം ചെയ്യുന്നത്. അത് നമ്മൾ മാനേജ്മെൻറ്റിൽ ഫോളോ ചെയ്യുന്നുണ്ട്.
ദെൻ ഫോർത്ത് വൺ ഓൾ ദി എബവ്. സോ സെക്കൻഡ് ഓപ്ഷനായ യൂണിവേഴ്സലി അപ്ലിക്കബിൾ പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ആ ഒരു ഫീച്ചർ ഓഫ് സയൻസ് ഈസ് നോട്ട് അപ്ലിക്കബിൾ ഇൻ മാനേജ്മെൻറ്റ്. വൈ? മാനേജ്മെൻറ്റിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് ഹ്യൂമൻ ബീയിങ്സ് ആണ്. ഹ്യൂമൻ ബീയിങ്സ് ഓരോ യുണീക്ക് ആയതുകൊണ്ട് തന്നെ നമ്മളത് ഒരേപോലെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആളുകൾ മാറുന്നതിനനുസരിച്ച് ആ പ്രിൻസിപ്പിൾസിൽ നമ്മൾ മാറ്റം വരുത്തേണ്ടി വരും. സോ ആ ഫീച്ചർ, അതായത് യൂണിവേഴ്സലി അപ്ലിക്കബിൾ പ്രിൻസിപ്പിൾ എന്ന സയൻസിൻ്റെ ഫീച്ചർ മാനേജ്മെൻറ്റിൽ അപ്ലിക്കബിൾ അല്ല. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി. The next question, which of the following belongs to middle level management? Chief Operating Officer, first option. Second one, factory head. Third one, factory supervisor. And last one, none of the above. ടോപ്പ് ലെവൽ മാനേജേഴ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആരൊക്കെയാണ് വരിക, മിഡിൽ ലെവലിൽ ആരൊക്കെ വരും, ലോവർ ലെവലിൽ വരുന്ന ആരൊക്കെയാണെന്നൊക്കെ നമ്മൾ പഠിച്ചു. ഇവിടെ ചോദിച്ചിരിക്കുന്നത് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിൽ വരുന്നത് ആരാണെന്ന് ചോദിച്ചത്. ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ നോ ഡൗട്ട് ബിലോങ്സ് ടു ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്. ദെൻ ഫാക്ടറി ഹെഡ് എന്ന് പറയുന്നതാണ് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിൽ വരുന്ന ആളുകൾ. അതായത് ഫാക്ടറി ഹെഡ് അല്ലെ ഫാക്ടറി ഇൻചാർജ്, ഓപ്പറേഷണൽ മാനേജേഴ്സ്, ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിൽ വരുന്ന ആളുകളാണ്. അതേസമയം ഫാക്ടറി സൂപ്പർവൈസേഴ്സ്, ഫോർമാൻ, ലൈൻ മാനേജേഴ്സ് ഒക്കെ ലോവർ ലെവൽ മാനേജ്മെൻറ്റിൽ വരുന്നവരാണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി, ഫാക്ടറി ഹെഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എഫിഷ്യൻസി ഈസ് കൺസേൺഡ് വിത്ത്. ഫസ്റ്റ് ഓപ്ഷൻ ഡൂയിങ് ദ റൈറ്റ് തിങ്സ്. സെക്കൻഡ് ഓപ്ഷൻ ഡൂയിങ് തിങ്സ് റൈറ്റ്. തേർഡ് ഓപ്ഷൻ അച്ചീവിങ് എൻഡ് റിസൾട്ട്സ്. ആൻഡ് ഫോർത്ത് വൺ നൺ ഓഫ് ദി എബവ്. എഫിഷ്യൻസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിയായ കാര്യങ്ങൾ ചെയ്യുന്നതിനെയാണോ, കാര്യങ്ങൾ ശരിയായി ചെയ്യുന്നതിനെയാണോ, അല്ലെങ്കിൽ ഓബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്നതിനെയാണോ? ഏതാണ് ആൻസർ? കാര്യങ്ങൾ ശരിയായി ചെയ്യുന്നതിനെയാണ് എഫിഷ്യൻസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് എഫിഷ്യൻസി എയിംസ് അറ്റ് റിഡക്ഷൻ ഓഫ് കോസ്റ്റ് ത്രൂ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആൻഡ് അവോയ്ഡിങ് വേസ്റ്റേജസ് ഓഫ് റിസോഴ്സസ്. ഇതാണ് നമ്മൾ പഠിച്ചത്. അതായത് കാര്യങ്ങൾ ശരിയായ രീതിയിൽ ചെയ്തെങ്കിൽ മാത്രമേ ഈ റിസോഴ്സസിൻ്റെ വേസ്റ്റേജ് നമുക്ക് ഒഴിവാക്കാനും കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനും സാധിക്കുകയുള്ളൂ. അതിനെയാണ് നമ്മൾ എഫിഷ്യൻസി എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. സോ ദ ആൻസർ ഈസ് ഡൂയിങ് തിങ്സ് റൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫക്റ്റീവ്നെസ് റിലേറ്റഡ് ടു. ഓപ്ഷൻ 1 ഡൂയിങ് ദ റൈറ്റ് തിങ്സ്. സെക്കൻഡ് ഓപ്ഷൻ കംപ്ലീറ്റിംഗ് ദ ആക്ടിവിറ്റീസ്. തേർഡ് ഓപ്ഷൻ അച്ചീവിങ് ഗോൾസ്. ആൻഡ് ഫോർത്ത് വൺ ഓൾ ഓഫ് ദി എബവ്. ഇഫക്റ്റീവ്നെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡൂയിങ് ദ റൈറ്റ് തിങ്സ്, അതായത് ശരിയായ കാര്യങ്ങൾ ചെയ്യുന്നതിനെയാണ്, അല്ലെങ്കിൽ കംപ്ലീറ്റിംഗ് ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ചെയ്യുന്നതിനെയാണോ, ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിനെയാണോ, അല്ലെങ്കിൽ ഇതെല്ലാത്തിനെയാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇഫക്റ്റീവ്നെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതെല്ലാമാണ്. അതുകൊണ്ട് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ദെൻ 14th question, people in the organization carry out different tasks with the aim to achieve. Options, first one different objectives, second one common objectives, third one both the above, and last one none of the above. മാനേജ്മെൻറ്റ് എപ്പോഴും ശ്രമിക്കുന്നത് ഇൻഡിവിജ്വൽ ഓബ്ജക്റ്റീവ്സും ഓർഗനൈസേഷണൽ ഓബ്ജക്റ്റീവ്സും ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഓർഗനൈസേഷൻ്റെ കോമൺ ഓബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാനാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി, കോമൺ ഓബ്ജക്റ്റീവ്സ്. മാനേജ്മെൻറ്റ് സീക്സ് ടു ഇൻ്റഗ്രേറ്റ് ഇൻഡിവിജ്വൽ ഗോൾസ് വിത്ത് ഓർഗനൈസേഷണൽ ഗോൾസ് ആൻഡ് എൻഷുർ റിയലൈസേഷൻ ഓഫ് ബോത്ത്. ഓർഗനൈസേഷണൽ ഓബ്ജക്റ്റീവ് ഉണ്ടാവും, ഇൻഡിവിജ്വൽ ഓബ്ജക്റ്റീവ് ഉണ്ടാവും. ഇത് രണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്ത് അൾട്ടിമേറ്റ് എയിം ഓഫ് ഓർഗനൈസേഷൻ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് മാനേജ്മെൻറ്റ് ചെയ്യുന്നത്. Then next one, which of the following is not an organizational objective? ഓർഗനൈസേഷണൽ ഓബ്ജക്റ്റീവ് അല്ലാത്തത് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ ഏർണിംഗ് ഇനഫ് റവന്യൂ ടു കവർ കോസ്റ്റ്. ഓപ്ഷൻ ബി ഏർണിംഗ് സഫിഷ്യൻറ്റ് പ്രോഫിറ്റ് ടു കവർ റിസ്ക് ഓഫ് ബിസിനസ്. ഓപ്ഷൻ സി ഇൻക്രീസ് ദ പ്രോസ്പെക്ട്സ് ഓഫ് ബിസിനസ് ഇൻ ദ ലോങ് റൺ. ആൻഡ് ഓപ്ഷൻ ഡി പ്രൊവൈഡിംഗ് ഫ്രീ എഡ്യൂക്കേഷൻ ടു ദെയർ എംപ്ലോയീസ് ചിൽഡ്രൻ. ഓർഗനൈസേഷണൽ ഓബ്ജക്റ്റീവ് അല്ലാത്തത് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഒരു
ഓബ്ജക്റ്റീവ്സ് ഓഫ് എൻ ഓർഗനൈസേഷൻ നമുക്ക് മൂന്നായി തിരിക്കാം. ഓർഗനൈസേഷണൽ ഓബ്ജക്റ്റീവ് അഥവാ എക്കണോമിക് ഓബ്ജക്റ്റീവ്, പേഴ്സണൽ ഓബ്ജക്റ്റീവ്സ് ആൻഡ് സോഷ്യൽ ഓബ്ജക്റ്റീവ്സ്. ഇതിൽ ഓർഗനൈസേഷണൽ ഓബ്ജക്റ്റീവ്സിനെ നമ്മൾ എക്കണോമിക് ഓബ്ജക്റ്റീവ് എന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞു. കാരണം എന്താണ്? ഇറ്റ് ഈസ് കൺസേൺ വിത്ത് സർവൈവൽ, പ്രോഫിറ്റ് ആൻഡ് ഗ്രോത്ത് ഓഫ് എൻ ഓർഗനൈസേഷൻ. അതായത് സാമ്പത്തികമായിട്ട് എന്ത് നേട്ടം വരുത്താൻ ഒരു ഓർഗനൈസേഷൻ ഉദ്ദേശിക്കുന്നുവോ അതൊക്കെ ഓർഗനൈസേഷണൽ ഓബ്ജക്റ്റീവ്സിലാണ് വരുന്നത്. ഈ തന്ന ഓപ്ഷൻസിൽ ഓപ്ഷൻ 1 ഈസ് റിലേറ്റഡ് ടു ഓർഗനൈസേഷണൽ ഓബ്ജക്റ്റീവ്സ് ബിക്കോസ് ഏർണിംഗ് ഇനഫ് റവന്യൂ. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു എക്കണോമിക് ആക്ടിവിറ്റി. ഇനഫ് റവന്യൂ ടു കവർ കോസ്റ്റ്. സെക്കൻഡ് വൺ ഏർണിംഗ് സഫിഷ്യൻറ്റ് പ്രോഫിറ്റ് ടു കവർ റിസ്ക്. അതും എക്കണോമിക് ഓബ്ജക്റ്റീവിൽ വരുന്നതാണ്. ഇൻക്രീസ് ദ പ്രോസ്പെക്ട്സ് ഓഫ് ബിസിനസ് ഇൻ ദ ലോങ് റൺ. That is also coming under organizational objective. And what about last one? Providing free education to their employees' children. ഇത് ഓർഗനൈസേഷണൽ ഓബ്ജക്റ്റീവ്സിൽ വരുന്നതല്ല, പേഴ്സണൽ ഓബ്ജക്റ്റീവ്സിൽ വരുന്നതാണ്. സോ ഓർഗനൈസേഷണൽ ഓബ്ജക്റ്റീവിൽ പെടാത്തതാണ് ചോദിച്ചത്. ആൻസർ ഈസ് ഓപ്ഷൻ ഡി, പ്രൊവൈഡിങ് ഫ്രീ എഡ്യൂക്കേഷൻ ടു ദ എംപ്ലോയീസ് ചിൽഡ്രൻ. അടുത്ത ക്വസ്റ്റ്യൻ. Management is considered to be an art because the principles of management have universal validity. Management principles-ന് universal validity ഉള്ളതുകൊണ്ടാണോ? Second option, principles of management have universal application. Management principles universally applicable ആയതുകൊണ്ടാണോ? Third option, different principles of management are brought into effect differently by different managers. അതായത് ഡിഫറെൻറ്റ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ഡിഫറെൻറ്റ് മാനേജേഴ്സ് ഡിഫറെൻറ്റ് ടൈപ്പിലാണോ അപ്ലൈ ചെയ്യുന്നത്, അതുകൊണ്ടാണോ? അല്ല. ഇറ്റ് ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ് ഫോർ ദ പ്രാക്ടീസിങ് മാനേജേഴ്സ് ടു ബി എ മെമ്പർ ഓഫ് പ്രൊഫഷണൽ അസോസിയേഷൻ. ഒരു പ്രൊഫഷണൽ അസോസിയേഷനിൽ മെമ്പർ ആവേണ്ടത് നിർബന്ധമില്ല എന്നതുകൊണ്ടാണോ? ഇത്രയും ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. ഇതിലേതാണ് ആൻസർ? തേർഡ് ഓപ്ഷൻ, അതായത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. Different principles of management are brought into effect differently by different managers. അതായത് നമ്മൾ മാനേജ്മെൻറ്റ് ആസ് എൻ ആർട്ട് എന്നുള്ള ടോപ്പിക്ക് പഠിക്കുമ്പോൾ പഠിച്ചിരുന്നു പേഴ്സണലൈസ്ഡ് ആപ്ലിക്കേഷൻ. അതായത് നമ്മൾ ഡിഫറെൻറ്റ് പ്രിൻസിപ്പിൾസ് ഡിഫറെൻറ്റ് മാനേജേഴ്സ് പല രീതിയിലായിരിക്കും, ഡിഫറെൻറ്റ് ടൈപ്പിലായിരിക്കും, ഡിഫറെൻറ്റ് രീതിയിലായിരിക്കും അപ്ലൈ ചെയ്യുക എന്ന് നമ്മൾ പഠിച്ചു. അത് ഒരു ആർട്ടിൻ്റെ കേസിലും ആ ഒരു ഇത് ഫോളോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഡിഫറെൻറ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് ആർ ബ്രോട്ട് ഇൻ ടു ഇഫക്റ്റ് ഡിഫറെൻ്റ്ലി ബൈ ഡിഫറെൻറ്റ് മാനേജേഴ്സ് എന്നതാണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാനേജ്മെൻറ്റ് ഈസ് കൺസിഡേർഡ് ഇമ്പോർട്ടൻറ്റ്. മാനേജ്മെൻറ്റ് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആയി കൺസിഡർ ചെയ്യാൻ കാരണം? ഫസ്റ്റ് ഓപ്ഷൻ, ഇറ്റ് ഹെൽപ്സ് എൻ ഓർഗനൈസേഷൻ ടു അഡാപ്റ്റ് ചേഞ്ചസ് അഡാപ്റ്റ് ചെയ്യാൻ ആക്സെപ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നത് കൊണ്ടാണോ? സെക്കൻഡ് ഓപ്ഷൻ, സീക്സ് ടു ഇൻ്റഗ്രേറ്റ് ഇൻഡിവിജ്വൽ എഫേർട്സ്. ഇൻഡിവിജ്വൽസിൻ്റെ അതായത് എംപ്ലോയീസിൻ്റെ എഫേർട്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത് കൊണ്ടാണോ? തേർഡ് ഓപ്ഷൻ, ഹെൽപ്സ് ഇൻ ഡെവലപ്മെൻറ്റ് ഓഫ് സൊസൈറ്റിയുടെ ഡെവലപ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ടാണോ? അല്ല. ഫോർത്ത് ഓപ്ഷൻ, ഓൾ ഓഫ് ദ എബവ്. ഇതെല്ലാം കൂടി ചേർന്നതുകൊണ്ടാണോ എന്നാണ് ചോദിച്ചിരിക്കുന്ന ഓപ്ഷൻസ്. ഏതാണ് കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ ഓൾ ഓഫ് ദി എബവ്. അതായത് ഇതെല്ലാം സഹായിക്കുന്നത് കൊണ്ടാണ് മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാരണം. അടുത്ത ക്വസ്റ്റ്യൻ. Management is essential for the organization which are, first one, non-profit organization, next one, service organization, third one, social organization, and last one, all of the above. മാനേജ്മെൻറ്റ് ഏത് തരത്തിലുള്ള ഓർഗനൈസേഷനാണ് ആവശ്യമുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് മാനേജ്മെൻറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ഓൾ ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻസ് റെസ്പെക്റ്റീവ് ഓഫ് ദ സൈസ് ഓർ ടൈപ്പ്. സോ എന്തായിരിക്കും ആൻസർ? ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി എബവ്. എല്ലാ ഓർഗനൈസേഷനിലും മാനേജ്മെൻറ്റ് ആവശ്യമാണ്. നെക്സ്റ്റ് വൺ, സക്സസ്ഫുൾ മാനേജ്മെൻറ്റ് എൻഷുവേഴ്സ് ദാറ്റ്. ഫസ്റ്റ് ഓപ്ഷൻ, ഗോൾസ് ആർ അച്ചീവ്ഡ് വിത്ത് ലീസ്റ്റ് കോസ്റ്റ്. ഗോൾസ് ഏറ്റവും കുറഞ്ഞ ചിലവിൽ അച്ചീവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ടാണ്. സെക്കൻഡ് വൺ, ടൈംലി അച്ചീവ്മെൻറ്റ് ഓഫ് ഗോൾസ് നിശ്ചിത സമയത്തിൻ്റെ ഉള്ളിൽ അച്ചീവ് ചെയ്യാൻ സഹായിക്കുന്നതുകൊണ്ടാണ്. Third one, both of the above, and last one, none of the above. Answer is both of the above, no doubt. Then next one, the main task of this level of management is to determine the overall organizational objectives and strategies for the realization.
അതായത് ഈ ലെവലിൽ ഉള്ള മാനേജ്മെൻറ്റ് മെയിൻ എയിം എന്ന് പറയുന്നത് ഓവറോൾ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാനും സ്ട്രാറ്റജീസ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലെവൽ ഓഫ് മാനേജ്മെൻറ്റ് എയിം ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഓപ്ഷൻസ്: ഓപ്പറേഷണൽ മാനേജ്മെൻറ്റ്, സെക്കൻഡ് വൺ മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ്, തേർഡ് വൺ ഫസ്റ്റ് ലൈൻ മാനേജേഴ്സ്, ലാസ്റ്റ് വൺ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്. നമുക്കറിയാം ഓപ്പറേഷണൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഓപ്പറേഷണൽ ലെവൽ, സൂപ്പർവൈസറി ലെവൽ, ഫസ്റ്റ് ലൈൻ മാനേജേഴ്സ് ഇതൊക്കെ വരുന്നത് ലോവർ ലെവൽ മാനേജ്മെൻറ്റിനെയാണ്. ഇതെല്ലാം ലോവർ ലെവൽ മാനേജ്മെൻറ്റ് മറ്റുള്ള പേരുകളാണ്. ലോവർ ലെവൽ മാനേജ്മെൻറ്റിൻ്റെ ഫംഗ്ഷനിൽ വരുന്നതല്ല ഓവറോൾ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സും സ്ട്രാറ്റജീസും ഒക്കെ ഫോം ചെയ്യാന്നുള്ളത്. അതെവിടെ വരുന്നതാണ്? ഏത് ലെവലിൽ വരുന്നതാണ്? ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൻ്റെ ഫംഗ്ഷനിൽ വരുന്നതാണ് ഓവറോൾ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുക എന്നുള്ളതും അത് റിയലൈസ് ചെയ്യുക എന്നുള്ളതും. സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ: മാനേജ്മെൻറ്റ് ഈസ് സെറ്റ് ടു ബി പുവർ ഇഫ് ഇറ്റ് ഈസ് ഫസ്റ്റ് ഓപ്ഷൻ എഫിഷ്യൻറ്റ് ബട്ട് ഇൻഎഫക്റ്റീവ്, ഇഫക്റ്റീവ് ബട്ട് ഇൻഎഫിഷ്യൻറ്റ്, ഓപ്ഷൻ സി ബോത്ത് ഇൻഎഫിഷ്യൻറ്റ് ആൻഡ് ഇൻഇഫക്റ്റീവ്, ആൻഡ് ലാസ്റ്റ് വൺ ഓൾ ഓഫ് ദി എബവ്. മാനേജ്മെൻറ്റ് പുവർ ആണെന്ന് പറയുക ബോത്ത് ഇൻഎഫിഷ്യൻറ്റും ഇൻഇഫക്റ്റീവും ആണെങ്കിലാണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി, both inefficient and ineffective. Next question: management translates the works to be carried out in terms of goals to be achieved and assigns the means to achieve it. This statement relates to first option management of work, second option management of people, third one management of operations, and last one all of the above. എന്താണ് പറഞ്ഞത്? മാനേജ്മെൻറ്റ് ട്രാൻസ്ലേറ്റ്സ് ദ വർക്ക് ടു ബി ക്യാരിഡ് ഔട്ട് ഇൻ ടേംസ് ഓഫ് ഗോൾസ് ടു ബി അച്ചീവ്ഡ് ആൻഡ് അസൈൻസ് ദ മീൻസ് ടു അച്ചീവ് ഇറ്റ്. ഇത് മാനേജ്മെൻറ്റ് ഓഫ് വർക്കുമായി ബന്ധപ്പെട്ടതാണ്. മാനേജ്മെൻറ്റ് ഈസ് മൾട്ടി ഡയമെൻഷണൽ ഇൻ നേച്ചർ ആൻഡ് ഇൻവോൾവ്സ് 3 ആസ്പെക്ട്സ്. 3 ആസ്പെക്റ്റുകളാണ് മാനേജ്മെൻറ്റിലുള്ളത്: മാനേജ്മെൻറ്റ് ഓഫ് വർക്ക്, മാനേജ്മെൻറ്റ് ഓഫ് പീപ്പിൾ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ഓപ്പറേഷൻ. അതിൽ മാനേജ്മെൻറ്റ് ഓഫ് വർക്കിലാണ് ഇത് പെട്ടിരിക്കുന്നത്. സോ ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ: ഐഡൻറ്റിഫൈ ദ ഫീച്ചർ ഓഫ് കോർഡിനേഷൻ ബീയിങ് ഹൈലൈറ്റഡ് ഇൻ ദ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ്. താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ കോർഡിനേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏത് ഫീച്ചറാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ കോർഡിനേഷൻ ഈസ് നോട്ട് എ വൺ ടൈം ഫങ്ഷൻ. The statement is given below. Coordination is not a one-time function. It begins at the planning stage and continues till controlling. ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ്. കോർഡിനേഷൻ എന്ന് പറയുന്നത് ഒരു വൺ ടൈം ഫംഗ്ഷൻ അല്ല. പ്ലാനിങ് സ്റ്റേജിൽ തുടങ്ങി കൺട്രോളിങ് സ്റ്റേജ് വരെ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് കോർഡിനേഷൻ. ഓപ്ഷൻസ് തന്നിരിക്കുന്നത്: ഫസ്റ്റ് ഓപ്ഷൻ കോർഡിനേഷൻ എൻഷുവേഴ്സ് യൂണിറ്റി ഓഫ് ആക്ഷൻ, സെക്കൻഡ് ഓപ്ഷൻ കോർഡിനേഷൻ ഈസ് ഓൾ പെർവേസീവ് അല്ലെങ്കിൽ കോർഡിനേഷൻ ഈസ് യൂണിവേഴ്സൽ എന്നൊക്കെ പറയാം. കോർഡിനേഷൻ ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്, തേർഡ് ഓപ്ഷൻ. ഫോർത്ത് ഓപ്ഷൻ കോർഡിനേഷൻ ഈസ് എ ഡെലിബറേറ്റ് ഫംഗ്ഷൻ. ഇത് ഈ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കോർഡിനേഷൻ എന്ന് പറയുന്നത് പ്ലാനിങ് സ്റ്റേജിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് കൺട്രോളിങ് വരെ കണ്ടിന്യൂ ചെയ്തു പോകുന്ന ഒരു പ്രോസസ്സാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോർഡിനേഷൻ ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് എന്ന ആൻസറാണ് കറക്റ്റ്. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ: It is a force that binds all the functions of management. മാനേജ്മെൻറ്റിൻ്റെ എല്ലാ ഫങ്ഷൻസിനെയും ബൈൻഡ് ചെയ്യുന്ന ഫങ്ഷന് പറയുന്ന പേരെന്താണ് എന്നാണ് ചോദ്യം. ഫസ്റ്റ് ഓപ്ഷൻ കോപ്പറേഷൻ, സെക്കൻഡ് വൺ കോർഡിനേഷൻ, തേർഡ് വൺ പ്ലാനിങ് ആൻഡ് ഫോർത്ത് വൺ മാനേജ്മെൻറ്റ് ഹൈറാർക്കി. നമ്മൾ കോർഡിനേഷൻ്റെ ഡെഫിനിഷൻ തന്നെ പഠിച്ചത് കോർഡിനേഷൻ ഈസ് എ ഫങ്ഷൻ ദാറ്റ് ബൈൻഡ്സ് ഓർ ഇൻ്റഗ്രേറ്റ്സ് ഓൾ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്നാണ്. So answer is option B, coordination. 25th question: supervision, motivation, communication and leadership are the key elements of which function of management? നമ്മൾ മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് പഠിച്ചു. ഏതൊക്കെയായിരുന്നു മാനേജ്മെൻറ്റ് ഫങ്ഷൻസ്? പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ്. ഓരോന്നിൻ്റെയും മീനിങ് നമ്മൾ പഠിച്ചതാണ്. ഓപ്ഷൻസായി ഇവിടെ തന്നിരിക്കുന്നത് ഡയറക്റ്റിംഗ്, കൺട്രോളിങ്, പ്ലാനിങ്, ഓർഗനൈസിങ്.
ഇതിൽ ഈ തന്നിരിക്കുന്ന ഫങ്ഷൻസിൽ സൂപ്പർവിഷൻ, മോട്ടിവേഷൻ, കമ്മ്യൂണിക്കേഷൻ, ലീഡർഷിപ്പ് ഇത് വരുന്നത് ഏതിലാണ്, ഏത് ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റിലാണ്? ദാറ്റ് ഈസ് ഡിറക്റ്റിംഗ് ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്. സോ ആൻസർ ഈസ് ഡിറക്റ്റിംഗ്. ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ഡൗട്ട് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.